പുലർച്ചെ 5:10 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ബാംഗ്ലൂരിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ബീഹാറിന് തലസ്ഥാനമായ പാറ്റ്നയിലേക്ക് പറക്കുന്ന ഇൻഡിഗോ വിമാനമാണിത്. കൃത്യം 11:15 ബീഹാറിന് തലസ്ഥാനമായ പാറ്റ്നയിൽ ലാൻഡ് ചെയ്തു. ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇതിവിടുത്തെ ജയപ്രകാശ് നാരായൺ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. പഴയൊരു എയർപോർട്ട്. അതിന്റെ തൊട്ടുമുന്നിൽ പുതിയ വമ്പനൊരു എയർപോർട്ടിന്റെ പണി നടക്കുന്നുണ്ട്. ജനപ്രവാഹമാണിവിടെ. ഹോണടിയും ബഹളങ്ങളുമെല്ലാമുള്ള മുൻഭാഗം. ബീഹാറിന്റെ ഒരു ആദ്യ ചിത്രം ഇതാണ്. ഇവിടെ ഞാനൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കൽ അല്പം ദുഷ്കരമായി. ഇതാണത്. ഇത് നമ്മുടെ ഡ്രൈവർ സത്യനാരായൺ. ബഹളത്തിനിടയിലൂടെ തിക്കിത്തിരക്കി സത്യനാരായണൻ കാറുമായി വന്നിരിക്കുകയാണ്. യാത്ര തുടങ്ങുകയാണ് ഞങ്ങൾ. കാറിലേക്ക് ചെന്ന് കയറി. സത്യനാരായണന്റെ കാർ ഞാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തതാണ്. പ്രീപെയ്ഡ് ടാക്സിയായി ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ എടുത്തിരിക്കുന്നു. പുതിയ എയർപോർട്ടിന്റെ പണി നടക്കുകയാണ്. ഈ പഴയ എയർപോർട്ട് പുതിയത് പണി പൂർത്തിയാകുമ്പോൾ പൊളിച്ചു കളയാനുള്ളതാണ്. തുടർന്ന് ഇവിടമൊക്കെ വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടമാക്കും. എയർപോർട്ടിന്റെ ഗേറ്റ് കടന്ന് യാത്ര തുടങ്ങി. ബീഹാർ അല്ലെങ്കിൽ പാറ്റ്ന എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഖമാകും. സ്വന്തം ഭാര്യയായ റാബറി ദേവിയെ മുഖ്യമന്ത്രി കസേരയിലിരുത്തി ലല്ലു പ്രസാദ് യാദവ് ഭരിച്ച നാട്. എല്ലാ രാഷ്ട്രീയ അടവുകളും പയറ്റി 9ാം തവണയും മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെയും പല പാർട്ടികളുണ്ടാക്കി 7 തവണ കേന്ദ്രമന്ത്രിയായ രാംവിലാസ് പാസ്വാന്റെയും നാട്. രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെയും കുതന്ത്രങ്ങളുടെയും ഒക്കെ ഒരു നാട്. അതിനു പുറമെ നമ്മുടെ നാട്ടിൽ ധാരാളമായി പണിക്ക് വരുന്ന ഭായിമാരുടെയും നാടാണിത്. ഇതൊക്കെയാണ് ബീഹാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുക. പാറ്റ്നയിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ പല തെരുവുകളും മനോഹരമാണ്. ഈ പാത ഹജ്ജ് ഹൗസ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ബീഹാർ സ്റ്റേറ്റ് സുന്നി വഖഫ് ബോർഡിന്റെ ആസ്ഥാനമാണ്. ഒരു തലസ്ഥാന നഗരത്തിൻ്റെതായ പ്രൗഢിയും മനോഹാരിതയും പാറ്റ്നയുടെ പല ഭാഗത്തുമുണ്ട്. എന്നാൽ ദാരിദ്ര്യവും വൃത്തികേടുകളുമുള്ള ഇടുങ്ങിയ ഭാഗങ്ങളും പാറ്റ്നയിൽ കാണാം. ഈ നഗരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ കുറച്ച് പുറകോട്ട് ചിന്തിക്കുകയാണ്. 2500-3000 വർഷം മുൻപ് മുതൽ തന്നെ ജനവാസമുണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. ലോകത്ത് ഏറ്റവും അധികം കാലമായി ജനം തുടർച്ചയായി വസിച്ചു വരുന്ന നഗരങ്ങളിലൊന്നാണ് പാറ്റ്ന. ഗംഗയുടെ തെക്കേക്കരയിൽ ആദ്യമായി രൂപം കൊണ്ട വലിയ ജനവാസ കേന്ദ്രം ഇതായിരുന്നു. ഇപ്പോൾ 25 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള നഗരമാണിത്. പാറ്റ്ന എന്ന നഗരനാമം കേൾക്കുമ്പോൾ പഴയ പാടലിപുത്രത്തെ ഓർക്കണം. പുരാണ പ്രസിദ്ധമായ പാടലിപുത്രമാണ് ഇന്നത്തെ പാറ്റ്ന. മഹാസാമ്രാജ്യമായിരുന്ന മഗധയുടെ തലസ്ഥാനമായിരുന്നു പാടലിപുത്രം. പക്ഷെ ഇന്ന് ആ ഗാംഭീര്യമൊക്കെ നഷ്ടമായിരിക്കുന്നു. ആര്യഭടൻ എന്ന ഗണിതശാസ്ത്രജ്ഞന്റെ ജന്മസ്ഥലം ഇവിടമാണെന്നാണ് കരുതപ്പെടുന്നത്. ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും നാടുമാണ് പാറ്റ്ന. പുരാണ ഭാരതത്തിലെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു മഗധ. 2500 വർഷം മുൻപ് മഗധ ഭരിച്ചിരുന്ന ബിംബിസാരൻ എന്ന ചക്രവർത്തി അയൽദേശമായ വൈശാലി ആക്രമിക്കാൻ തീരുമാനിച്ചു. അന്ന് പ്രബലമായ രാജ്യമായിരുന്ന വജിയുടെ തലസ്ഥാനമായിരുന്നു വൈശാലി. അവിടം ആക്രമിക്കാൻ വലിയ മുന്നൊരുക്കങ്ങൾ വേണം. അതിനാൽ ബിംബിസാരൻ പാടലിപുത്രത്തിൽ വലിയൊരു കോട്ട പണിതു. ആ കോട്ടയുടെ ഉള്ളിലും ചുറ്റിലുമായി താമസിയാതെ ഒരു നഗരം രൂപപ്പെട്ടു. അതായിരുന്നു ഒരു നഗരമെന്ന നിലയിലുള്ള പാറ്റ്നയുടെ തുടക്കം. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബിംബിസാറിനെ തടവിലാക്കി മകൻ അജാതശത്രു മഗധയുടെ രാജാവായി. അദ്ദേഹം സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പാടലിപുത്രത്തിലേക്ക് മാറ്റി. തുടർന്ന് പല ചരിത്ര സംഭവങ്ങൾക്കും ഈ നഗരം സാക്ഷിയായി. ഹോട്ടലിൽ കയറി ഒന്ന് കുളിച്ചു ഫ്രഷായിട്ട് വേണം എനിക്ക് സഞ്ചാരം തുടരാൻ. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ 5 മണിക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ കയറാൻ 3 മണിക്ക് എയർപോർട്ടിൽ എത്തിയതാണ്. ആ സമയത്ത് കൊച്ചി എയർപോർട്ടിൽ എത്തണമെങ്കിൽ 1:30 എനിക്ക് ഓഫീസിൽ നിന്നിറങ്ങണം. അപ്പോൾ ഉറക്കം നടക്കില്ലെന്നറിയാമല്ലോ. ഇവിടെ പനാഷെ എന്ന നല്ലൊരു ഹോട്ടലുണ്ട്. 4 സ്റ്റാർ ഹോട്ടലാണ് പനാഷെ. അവിടെ ഞാൻ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി താമസിക്കുന്നത് ഈ ഹോട്ടലിലാണ്. ഇപ്പോൾ ഒന്ന് കുളിച്ചു ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാൻ. ചെക്ക് ഇൻ ചെയ്ത് മുറിയിലേക്ക് നടന്നു. അത്യാവശ്യം നല്ല ഹോട്ടലാണ്.
ഇന്ത്യയിൽ ഹോട്ടൽ 4 സ്റ്റാർ ആണെങ്കിലും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത്ര സുഖകരമല്ലാത്ത ഒരു മണമുണ്ടാകും. 609 നമ്പർ മുറിയാണ് എന്റേത്. നല്ല മുറിയാണ്, അല്പം ചെറുതാണെന്ന് മാത്രം. പക്ഷേ ഫെസിലിറ്റികൾക്ക് അത്യാവശ്യം നിലവാരമുണ്ട്. 5000 രൂപയാണ് ഇതിന് ഒരു രാത്രിയുടെ വാടക. ഒറ്റ രാത്രിക്ക് വേണ്ടിയാണ് ഞാൻ ഈ മുറി ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം. കുളിച്ച് ഫ്രഷായി വസ്ത്രം മാറി ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഭക്ഷണം കഴിക്കണം. അധിക നേരം ചെലവഴിക്കാനില്ല. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്ന സാൻഡ്വിച്ച് തരാൻ പറഞ്ഞു. സാൻഡ്വിച്ച് കഴിച്ച് ഒരു ചായയും കുടിച്ച് വീണ്ടും കാറിലേക്ക് ചെന്നു കയറി. സത്യനാരായണൻ റെഡി. വൈശാലി എന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. നേരെ മുന്നിൽ കാണുന്നത് ഒരു റിവോൾവിംഗ് റെസ്റ്റോറന്റ് ഒക്കെയാണ്. അതിലേക്കെല്ലാം പിന്നീട് പോകുന്നുണ്ട്. സൈക്കിൾ റിക്ഷകളും ഉന്തുവണ്ടികളുമൊക്കെയുള്ള തെരുവ്. സൈക്കിൾ റിക്ഷകൾ ഇപ്പോഴും ഓടുന്ന ഒരു ഇന്ത്യൻ പട്ടണമാണ് പാറ്റ്ന. വഴിയോര കച്ചവടക്കാരൊക്കെ നിരന്നു കഴിഞ്ഞു. ഇവിടെ നിന്നും ഇനി 1.5 മണിക്കൂർ യാത്ര ചെയ്താലേ വൈശാലിയിലെത്തൂ. ഏതാണ്ട് 50 കിലോമീറ്ററേ ഉള്ളുവെങ്കിലും വലിയ ട്രാഫിക്കാണ്. JP ഗംഗാപഥ് എന്ന ഒരു റോഡിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗംഗാ നദിക്ക് പാരലായി പണിതിരിക്കുന്ന ഒരു പാതയാണിത്. അതിലൂടെ പോകുമ്പോൾ ഗംഗാതീരത്ത് കുറെ കൂടാരങ്ങൾ കാണാം. ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ ക്യാമ്പ് നടക്കുകയാണ്. 100 കണക്കിന് ചെറിയ ടെന്റുകൾ. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ താമസിക്കുന്ന ടെന്റുകളാണ്. കൂടാരങ്ങൾക്കും മണൽത്തിട്ടയ്ക്കുമപ്പുറം ഗംഗയാണ് അവിടെ. അത് കഴിയുമ്പോൾ കുറച്ചു ഭാഗങ്ങളിൽ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നു. ഇതൊരു കൺസ്ട്രക്ഷൻ യാർഡാണ്. പാറ്റ്ന മെട്രോ റെയിലിന്റെ നിർമ്മാണം നടക്കുകയാണിപ്പോൾ. അതിനുള്ള സാധനങ്ങളൊക്കെ കാസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. പാലങ്ങളുടെ സ്പാനുകളും മറ്റും നിർമ്മിക്കുന്ന ഇടം. L&T ആണ് മെട്രോയുടെ പണി നടത്തുന്നത്. ഈ യാത്രയിൽ മഹാത്മാഗാന്ധി സേതു എന്ന പാലം കടന്നു പോകണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. അവിടുത്തെ ട്രാഫിക് എങ്ങനെയുണ്ടെന്നാണ് സത്യനാരായണൻ ആരെയോ വിളിച്ച് അന്വേഷിക്കുന്നത്. ഞങ്ങൾ ഈ പോകുന്ന JP ഗംഗാപഥ് ഗംഗയുടെ തീരത്തുകൂടിയുള്ള എലിവേറ്റഡ് ഹൈവേ ആണ്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായ സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണന്റെ പേരിലുള്ള റോഡ്. ഗംഗയുടെ മണൽപ്പരപ്പാണ് താഴെ കാണുന്നത്. ഗംഗാ നദി തന്നെ. വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ അതിൽ കൃഷി ഇറക്കും. മഴക്കാലമാകുമ്പോൾ ഇവിടമെല്ലാം വെള്ളത്താൽ മൂടിപ്പോവുകയും ചെയ്യും. അങ്ങു ദൂരെ കാണുന്ന ഇടം വരെ ഗംഗാനദിയാണ്. ഗംഗയുടെ ഓരം ചേർന്ന് 20 കിലോമീറ്റർ നീളത്തിൽ കിടക്കുകയാണ് JP ഗംഗാപഥ്. പാറ്റ്ന മെറൈൻ ഡ്രൈവ് എന്നും ഈ പാത അറിയപ്പെടുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ കൃഷിയിടം മാറി മണൽത്തിട്ട കണ്ടു തുടങ്ങുന്നു. അങ്ങ് നേരെ മുന്നിൽ കാണുന്നതാണ് മഹാത്മാഗാന്ധി സേതു എന്ന ചരിത്രപ്രസിദ്ധമായ പാലം. അതൊരു വമ്പൻ പാലമാണ്. പാറ്റ്നയിൽ വന്നാൽ ആ പാലത്തിലൂടെ യാത്ര ചെയ്തിരിക്കണം. കൽക്കട്ടയിൽ ചെന്നാൽ ഹൂബ്ലി നദിക്ക് കുറുകെയുള്ള ഹൗറ പാലത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് പറയുന്നത് പോലെ തന്നെയാണത്. ഞങ്ങൾ കുറച്ചു വളഞ്ഞു ചുറ്റിച്ചെന്ന് ആ പാലത്തിലേക്ക് കയറി. 4 വരിയുള്ള പാലമാണ്. 2 സൈഡിലും 2 വരി വീതം. അതിലെ വലതുവശത്തെ പാലത്തിലൂടെയാണ് സിറ്റിയിലേക്ക് വാഹനങ്ങൾ പോകുന്നത്. അത് വളരെ കൺജസ്റ്റഡ് ആണ്. പലപ്പോഴും അതിൽ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. ഉത്തര ബീഹാറിനെയും ദക്ഷിണ ബീഹാറിനെയും കണക്ട് ചെയ്യാൻ പാറ്റ്ന പരിസരത്ത് ഇങ്ങനെ 2 പാലങ്ങളേ ഉള്ളൂ. ഒന്ന് ഈ മഹാത്മാഗാന്ധി സേതു, മറ്റൊന്ന് കുറച്ചുകൂടി പടിഞ്ഞാറ് ഭാഗത്തുള്ള JP സേതു. ഇവിടെ ഗംഗാനദി വലിയ വീതിയിലാണ് കിടക്കുന്നത്. 5.25 കിലോമീറ്ററാണ് മഹാത്മാഗാന്ധി സേതുവിന്റെ നീളം. അപ്പോൾ താഴെയുള്ള നദിയുടെ വീതി ഊഹിക്കാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് മണലിന്റെ തുരുത്തുകൾ, വീണ്ടും വെള്ളമുള്ള ഭാഗം. മഴക്കാലത്ത് ഈ കഥയെല്ലാം മാറും. സമുദ്രം പോലെയാകും ഇവിടെ ഗംഗ. തീരങ്ങളിലേക്ക് വരെ ഗംഗ വ്യാപിക്കും. കുറച്ചുകൂടി ഓടിക്കഴിയുമ്പോൾ ഈ പാലത്തിലെ ഗതാഗതത്തിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്കെത്തി. ഇതാണ് എല്ലാവരും ഭയക്കുന്ന കാര്യം: ട്രാഫിക് ബ്ലോക്ക്. ഈ പാലത്തിൽ ചില സമയത്ത് മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്ക് പോലും ഉണ്ടാവാറുണ്ട്. ഉരുക്കിന്റെ ഒരു അത്ഭുത നിർമ്മിതിയാണ് പാലം. 1982 മെയ് മാസത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 1972 മുതലുള്ള 10 വർഷമായിരുന്നു നിർമ്മാണകാലം. അന്ന് 87 കോടി രൂപയായിരുന്നു പാലം നിർമ്മാണത്തിന് ചെലവഴിച്ചത്.
ട്രാഫിക് വളരെ കൂടുതലായതുകൊണ്ട് ഇവിടെ പുതിയൊരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. 4 വരി പാതയൊന്നും ഇന്നത്തെ കാലത്ത് പോരാ, അത്ര ട്രാഫിക്കാണ്. നാഷണൽ ഹൈവേ 19ന്റെ ഭാഗമാണ് ഈ പാലം. പാലം വരുന്നതിനു മുൻപ് പാട്നയിൽ നിന്നും ഗംഗയുടെ മറുകരയിലെത്തൽ ഒരു ചടങ്ങായിരുന്നു. 1959 പണിത രാജേന്ദ്ര സേതു എന്ന പാലം ഇവിടെ നിന്ന് കിഴക്കോട്ട് മാറി 80 കിലോമീറ്റർ അകലെയുണ്ട്. അത് ക്രോസ് ചെയ്തു വേണമായിരുന്നു മറുകരയിലേക്ക് പോകാൻ. നദിയുടെ മറുകരയിൽ ഹാജിപൂർ എന്ന ഒരു പട്ടണമുണ്ട്. പാട്നയുടെ നേരെ മറുകരയിലാണ് ഹാജിപൂർ. പണ്ട് റോഡ് വഴി അവിടെ എത്തണമെങ്കിൽ 80 കിലോമീറ്റർ പോയി രാജേന്ദ്ര സേതു ക്രോസ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് 80 കിലോമീറ്റർ കൂടി ഓടണം. അല്ലെങ്കിൽ ബോട്ടിൽ നദി കടന്നു വേണമായിരുന്നു പോകാൻ. 1959 രാജേന്ദ്ര സേതു വരുന്നതിനു മുൻപ് ഇവിടെ പാലമേ ഉണ്ടായിരുന്നില്ല. ഉത്തര ബീഹാറിനെയും ദക്ഷിണ ബീഹാറിനെയും കണക്ട് ചെയ്യാൻ പാലങ്ങളില്ലാത്ത അവസ്ഥ. ബ്രിട്ടീഷുകാരുടെ വരവിനു മുൻപ് ഇവിടെ അക്കരെ ഇക്കരെ കടക്കാൻ തോണികളും വലിയ ചെങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്നു. പിന്നീട് ബോട്ടുകളും സ്റ്റീമർ ഷിപ്പുകളും കടത്തിനായി ഉപയോഗിച്ചു തുടങ്ങി. പാലം വന്ന ശേഷവും നദിയിലെ ചില ദ്വീപുകളിലേക്കും തുരുത്തുകളിലേക്കുമൊക്കെ പോകാൻ ആളുകൾ ബോട്ടുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. 2017 അത്തരം ഒരു ബോട്ട് മുങ്ങി 25 പേർ മരിച്ച സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വടക്കേക്കരയിൽ പുതിയ പാലത്തിന്റെ പണി കുറെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഒരു വലിയ സസ്പെൻഷൻ ബ്രിഡ്ജാണത്. ഉരുക്കുപടങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന പാലം. അതിന്റെ പണി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വമ്പൻ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. 2023 ആ തൂക്കുപാലത്തിന്റെ പണി തുടങ്ങിയത്. 2027 മാർച്ചിൽ പൂർത്തിയാക്കാനാണ് പദ്ധതി. 6 വരി പാതയുള്ള ആ പാലം പൂർത്തിയാവുന്നതോടെ മഹാത്മാഗാന്ധി സേതുവിലുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ. 422 കോടി രൂപ ചെലവിലാണ് ആ പാലം നിർമ്മിക്കുന്നത്. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിനാണ് അതിന്റെ നിർമ്മാണ ചുമതല. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. പാലം ഇറങ്ങിച്ചെല്ലുമ്പോൾ വൈക്കോൽ പൊടിച്ചത് ചാക്കിലാക്കി കെട്ടിനിറച്ച ചില വാഹനങ്ങൾ കാണാം. ഇത് പശുവിനുള്ള തീറ്റയാണ്. കന്നുകാലി വളർത്തലിന്റെ വലിയൊരു കേന്ദ്രമാണല്ലോ ബീഹാർ. ഇതൊക്കെ ഗംഗാതടം തന്നെയാണ്. ഗംഗയുടെ തീരത്തെ കൃഷിയിടങ്ങൾ, നെൽവയലുകളും ഗോതമ്പ് വയലുകളും ഒക്കെയുണ്ട്. ഗംഗയുടെ തീരം മുഴുവൻ വിശാലമായ കൃഷിയിടങ്ങളാണ്. ചിലയിടത്തെത്തുമ്പോൾ റോഡ് വക്കിൽ ഒരു വൃത്തിയില്ലായ്മ കാണുന്നുണ്ട്. ടയർ പഞ്ചറൊട്ടിക്കുന്ന സ്ഥാപനങ്ങളൊക്കെയുള്ള ഹൈവേയുടെ ഓരം. ട്രാക്ടറുകൾ ഫാക്ടറിയിൽ നിന്ന് ലോറിയിൽ കൊണ്ടുപോകുന്നു. കൃഷിയിടങ്ങളുടെ ബാഹുല്യം കാരണം കാർഷിക ഉപകരണങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെയെല്ലാം നല്ല വിൽപ്പനയും നടക്കുന്നു. വഴിയിലെപ്പോഴും ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ അത്തരം കാഴ്ചകൾ എവിടെയും ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ഹാജിപൂർ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാറ്റ്നയുടെ നേരെ എതിർവശത്തുള്ള ഒരു പാരലൽ സിറ്റിയാണ് ഇത്. ഹൈദരാബാദും സെക്കൻഡറാബാദും പോലെ ഒരു ഇരട്ട നഗരമെന്ന് പറയാം. ഗംഗാനദിയാണ് ഈ 2 നഗരങ്ങളെയും വേർതിരിക്കുന്നത്. ഹാജിപൂരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രധാന കാഴ്ച വഴിയോരത്തെ കച്ചവടങ്ങളാണ്. തനി ഇന്ത്യൻ പട്ടണ കാഴ്ച. നമ്മൾ ഇന്ത്യക്കാരുടെ അച്ചടക്കവും പ്രൊഫഷണലിസവും ടൗൺ പ്ലാനിങ്ങുമൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. വളരെ രസകരമാണത്. നമ്മുടേതായ വൃത്തി, വെടിപ്പ്, മനോഹാരിത, ആസൂത്രണ തികവ് എന്നിവയുടെയൊക്കെ ഉദാഹരണമെന്നു തന്നെ പറയാം. ഇങ്ങനെയാണ് ഇവിടുത്തെ ട്രാഫിക്. ഇലക്ട്രിക് ഓട്ടോക്കാരൻ തലങ്ങും വിലങ്ങും ചാടും. ഉന്തുവണ്ടിക്കാരന് എങ്ങനെ വേണമെങ്കിലും പോകാം. സൈക്കിളുകാർ ഇടിച്ചും മറിഞ്ഞുമൊക്കെ അവരുടെ കാര്യം നോക്കും. ഇന്ത്യയിലെ ഗതാഗതത്തിന് റോഡ് നിയമങ്ങളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്നെനിക്ക് തോന്നുന്നു. ട്രെയിൻ പോലും പാളമുള്ളതുകൊണ്ട് മാത്രം നമ്മൾ അതിലൂടെ ഓടിക്കുന്നതാണ്. അല്ലായിരുന്നെങ്കിൽ തോന്നുന്നിടത്തുകൂടിയൊക്കെ ഓടിച്ചേനെ. പഴയകാലത്ത് ഉക്കകാല എന്നായിരുന്നു ഈ പ്രദേശത്തിന്റെ പേര്. ബുദ്ധന്റെ ഏറ്റവും പ്രധാന ശിഷ്യനായിരുന്ന ആനന്ദൻ 20 വർഷം വസിച്ച പട്ടണമായിരുന്നു ഇത്.
എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് പലയിടത്തും വഴി ബ്ലോക്കാണ്. ഓട നിർമ്മാണമോ റോഡിന് വീതി കൂട്ടുന്ന പണിയോ നടക്കുകയാണ്. പൊടിയും ബഹളവും ഹോണടിയും എല്ലാമുണ്ട്. ഉത്തരേന്ത്യൻ ജീവിതം ശരിക്കും കണ്ടറിയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഹാജിപ്പൂരും പരിസരങ്ങളും. പാറ്റ്ന പോലെ അതിവേഗം വളരുന്ന ഒരു പട്ടണമാണ് ഹാജിപ്പൂർ. ബീഹാറിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണങ്ങളിലൊന്ന്. വൈശാലി ജില്ലയുടെ തലസ്ഥാനവുമാണ് ഇവിടം. പണ്ട് മുഗൾ ഭരണകാലത്ത് അക്ബറിന്റെ സൈന്യവും ബംഗാൾ ഭരിച്ചിരുന്ന അഫ്ഗാൻ കറാണി ഗോത്രക്കാരുടെ സൈന്യവും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയ ഒരു പ്രദേശം എന്ന പ്രത്യേകതയും ഹാജിപ്പൂരിനുണ്ട്. ഇന്ന് ഒരു വ്യാവസായിക കാർഷിക പ്രദേശം കൂടിയാണ് ഹാജിപ്പൂർ. വാഹനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ്, കാർഷിക വ്യവസായങ്ങൾ എന്നിവയുടെ ഒരു കേന്ദ്രമാണ് ഇവിടം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നിവ പ്രവർത്തിക്കുന്നതും ഈ പട്ടണത്തിലാണ്. വഴിയോരങ്ങളിൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് വലിയ കച്ചവടമാണിവിടെ. ഇവിടം കഴിയുന്നതോടുകൂടി മെച്ചപ്പെട്ട റോഡിലേക്കെത്തി. ബീഹാറിന്റെ ഒരു പ്രത്യേകത അടുത്ത കാലത്തായി റോഡുകളെല്ലാം ഗംഭീരമായിട്ടുണ്ടെന്നതാണ്. ഹാജിപ്പൂരിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇനിയും നന്നാവാനുണ്ടെങ്കിലും റോഡുകൾ പൊതുവേ മികച്ചതാണ്. ഗ്രാമങ്ങളിലേക്കെത്തുമ്പോൾ കൃഷിയിടങ്ങളായി. ഓട്ടോറിക്ഷകൾ നിറയെ വാഴക്കുലകളുമായി പോകുന്നു. കുറച്ചുകൂടി ചെല്ലുമ്പോൾ നെൽവയലുകളും ഗോതമ്പ് വയലുകളും കാണാം. ഗോതമ്പ് പാടങ്ങളാണിത്. ഗോതമ്പ് കൊയ്ത്തിന്റെ സമയമാണ്. വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങൾ. ഗംഗാതടമാണല്ലോ. ഇന്ത്യയിൽ ഏറ്റവും ഫലസമൃദ്ധമായ പ്രദേശമാണിതൊക്കെ. അവിടെ നിന്ന് ഞങ്ങൾ ധാരാളം വാഴത്തോട്ടങ്ങളും മറ്റുമുള്ള സ്ഥലങ്ങൾ പിന്നിട്ട് കുറേ ദൂരം ഓടി. അങ്ങനെ ഇപ്പോൾ വൈശാലി പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കൺജസ്റ്റഡ് പ്രദേശമാണ് ഇന്ന് വൈശാലി. എന്നാൽ വളരെ ചരിത്രമുള്ളൊരു സ്ഥലവുമാണിത്. വൈശാലിയിൽ ആദ്യം പോകുന്നത് വിശ്വശാന്തി സ്തൂപ എന്നറിയപ്പെടുന്ന ഒരു സ്തൂപം കാണാനാണ്. ബുദ്ധിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണിവിടം. ഇതാണ് പ്രശസ്തമായ വിശ്വശാന്തി സ്തൂപം. അതിനടുത്തേക്ക് എത്തണമെങ്കിൽ വേറൊരു വഴിയെ വളഞ്ഞു പോകണമെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ തിരിയുമ്പോൾ ഇവിടെ ഒരു ജലാശയമുണ്ട്. ഈ തടാകത്തിന്റെ കരയിലാണ് വിശ്വശാന്തി സ്തൂപം. ഇതിവിടുത്തെ നിപ്പോൺസാൻ മ്യോഹോജി എന്ന ഒരു ബുദ്ധക്ഷേത്രമാണ്. ജപ്പാനിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രൂപം കൊണ്ട ബുദ്ധമതത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ സമൂഹമാണ് നിപ്പോൺസാൻ മ്യോഹോജി. അവർ ഇവിടെയും ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അത് പിന്നിട്ട് നമ്മൾ ചെല്ലുന്നത് സ്തൂപത്തിന്റെ മുന്നിലേക്കാണ്. വിശ്വശാന്തി സ്തൂപം. ഭൂട്ടാനിലും നേപ്പാളിലുമൊക്കെ കാണുന്ന തരം സ്തൂപം തന്നെ. അത്ര വലിപ്പമില്ലെന്നേയുള്ളൂ. ഇന്ത്യയുടെയും ജപ്പാന്റെയും സംയുക്ത സഹകരണത്തിൽ 1969 സ്ഥാപിച്ചതാണ് ഈ സ്തൂപം. ജപ്പാനിലെ നിജിദാസ്തു ഫ്യൂജി ഗുരുജി എന്ന സന്യാസിയാണ് ഇതിന് മുൻകൈയെടുത്തത്. വൈശാലിക്ക് ബുദ്ധിസത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ശ്രീബുദ്ധന്റെ ജീവിതവുമായി പല രീതിയിൽ ബന്ധപ്പെട്ട പ്രദേശമാണിത്. കപിലവസ്തുവിലെ കൊട്ടാരത്തിൽ നിന്നും സകലതും ത്യജിച്ചിറങ്ങിയ സിദ്ധാർത്ഥ രാജകുമാരൻ ആദ്യമെത്തിയത് വൈശാലിയിലാണ്. അന്നിവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരായ ഉദ്ധക രാമപുത്ര, ആലര കലാമ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗുരുക്കന്മാർ. പടവുകൾ കയറി നമുക്ക് സ്തൂപത്തിന്റെ പല ലെവലുകളിലേക്ക് ചെല്ലാം. കുറെ സന്ദർശകർ വരുന്നുമുണ്ട് ഇവിടെ. ഞാൻ അതിന്റെ മുകളിലേക്ക് ചെന്നു. ഒരു നില മുകളിൽ കൂടി സ്തൂപത്തിന്റെ ചുറ്റോടു ചുറ്റും നടക്കാം. സ്തൂപത്തിൽ 4 ദിക്കുകളിലേക്കും പലതരം ബുദ്ധപ്രതിമകളുണ്ട്. ശയനബുദ്ധനുണ്ട്, നിൽക്കുന്ന ബുദ്ധനുണ്ട്. ബാലനായ ബുദ്ധനാണിത്. ബുദ്ധന്റെ ജീവിതത്തിന്റെ പരിണാമങ്ങളാണ് ഇവിടെ പല പ്രതിമകളിലൂടെ വിവരിച്ചിരിക്കുന്നത്. ശ്രീബുദ്ധൻ അവസാനമായി പൊതുപ്രഭാഷണം നടത്തിയ സ്ഥലമാണ് വൈശാലി. ആ പ്രഭാഷണത്തിൽ വെച്ചാണ് താൻ നിർവ്വാണം പ്രാപിക്കാൻ പോകുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തിയത്. തുടർന്ന് കുശി നഗരത്തിലെത്തിയ അദ്ദേഹം അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. നെറ്റിയിൽ മുഴുവൻ കളഭവുമൊക്കെ അണിഞ്ഞ സ്ത്രീകളും കുട്ടികളുമൊക്കെ പല ഗ്രാമങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു. തന്റെ അവസാന യാത്രയിൽ വൈശാലി വിട്ടുപോകുമ്പോൾ ശ്രീബുദ്ധൻ തന്റെ ഭിക്ഷാപാത്രം ഇവിടെ ഉപേക്ഷിച്ചെന്നാണ് ചരിത്രം. തന്റെ നിയോഗം പൂർത്തിയാക്കിയതുപോലെ. വിശാലമായ ഒരു പ്രദേശത്തിന് നടുവിലാണ് വിശ്വശാന്തി സ്തൂപം. ഈ സ്തൂപത്തിന്റെ അടിത്തറയിലും മുകൾ ഭാഗത്തും
ബുദ്ധന്റെ തിരുശേഷിപ്പുകൾ അടക്കം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെയും ജപ്പാനിലെയും ബുദ്ധമത വിശ്വാസികൾ നൽകിയ സംഭാവന കൂടി ഈ സ്തൂപത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ കുറേ കടകളുണ്ട്. കുഷ്യനോ ഭക്ഷണ സാധനങ്ങളോ ഒക്കെ ടൂറിസ്റ്റുകൾക്ക് വിൽക്കുന്ന കടകൾ. ഉത്തരേന്ത്യയിൽ ഉൾഗ്രാമങ്ങളിൽ തട്ടുകടകളിൽ വിൽക്കുന്നത് നൂഡിൽസാണ്. നമ്മുടെ നാട്ടിൽ പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ ദോശയും മസാല ദോശയും ഒക്കെ വിൽക്കുമ്പോൾ നൂഡിൽസാണ് ഇവിടെ പ്രധാന വിൽപ്പന. മൺകപ്പുകളിൽ ചായയും. നൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കി പാത്രങ്ങളിൽ കൊടുക്കുന്നു. പിന്നെ സമോസയും ചാട്ടും. യാത്ര തുടർന്നു. വൈശാലിയിൽ കുറേ കാഴ്ചകളുണ്ട്. ചരിത്ര കേന്ദ്രങ്ങളിലേക്ക് മാത്രമല്ല, ഇവിടുത്തെ രസകരമായ കുറേ ജീവിത കാഴ്ചകളിലേക്ക് കൂടിയാണ് ഇനി ഞാൻ പോകുന്നത്.